നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് എലത്തൂരിൽ ലഹരിക്കടിമയായ രാഹുലിനെ അമ്മ മിനി പോലീസിൽ ഏൽപ്പിച്ചത്. ചെറിയ പ്രായം മുതൽ ലഹരി മരുന്ന് ഉപയോഗിക്കുമായിരുന്ന മകൻ തന്നെ കൊല്ലുമെന്ന് തറപ്പിച്ചു പറഞ്ഞതിന് പിന്നാലെയാണ് ഇവർ പോലീസിനെ വിളിച്ചത്. ഇന്നലെ രാവിലെ പോലീസ് എത്തിയപ്പോൾ ഇയാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ തന്ത്രപരമായാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ലഹരിക്കടിമയായ മകനെ പോലീസിൽ ഏൽപ്പിച്ച ആ മാതാവ് ഈ പൊതുസമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞെട്ടിക്കുന്നതായിരുന്നു. 13 വയസ്സ് മുതൽ രാഹുൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ആ അമ്മ വെളിപ്പെടുത്തിയത്. മകനെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ സാധ്യമായ എല്ലാ വഴികളും നോക്കിയിരുന്നുവെന്ന് വേദനയോടെ ആ മാതാവ് പറയുന്നുണ്ട്. പക്ഷേ തെറ്റായ കൂട്ടുകെട്ടുകൾ മകനെ വീണ്ടും മയക്കുമരുന്നുകളുടെ പിടിയിലാക്കുകയായിരുന്നു. പോക്സോ, ഭവനഭേദനം എന്നിവയടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് രാഹുൽ. മകളുടെ കുഞ്ഞിനെ ഉപദ്രവിച്ചതിന് പോക്സോ കേസ് കൊടുക്കുകയും രാഹുൽ 9.5 മാസത്തോളം ജയിലിൽ കിടന്നുവെന്നും അമ്മ പറയുന്നുണ്ട്. ഈ കേസിൽ മകനെ ജാമ്യത്തിലിറക്കിയത് ഏറ്റവും വലിയ തെറ്റായിപ്പോയെന്നും ആ അമ്മ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഓരോ കേസിലും അറസ്റ്റിലാകുന്ന രാഹുൽ ജയിലിൽ നിന്നും വിളിച്ച് കരയുമ്പോൾ മനസ്സലിയും. അങ്ങനെയാണ് 2 കേസുകളിൽ മകനെ ജാമ്യത്തിലിറക്കിയതെന്നും മിനി വെളിപ്പെടുത്തി. എന്നാൽ ഇനി മനസ്സ് കല്ലാക്കാനാണ് തീരുമാനമെന്നും ഇനിയൊരമ്മയ്ക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുതെന്നും മിനി പറയുന്നുണ്ട്. 2 ആഴ്ച മുൻപും വല്ലാതെ ബഹളം വെച്ചപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് രാഹുലിനോട് വീട്ടുകാർ പറഞ്ഞിരുന്നു. അപ്പോൾ സ്വന്തം കഴുത്തിൽ ബ്ലേഡ് വെച്ച് മുറിവുണ്ടാക്കുമെന്നും വീട്ടുകാർ അത് ചെയ്തുവെന്ന് പറയുമെന്നും രാഹുൽ ഭീഷണിപ്പെടുത്തി. അതോടുകൂടി വീട്ടുകാർക്ക് ഭയമായി. പിന്നാലെ അറസ്റ്റിലാകുന്നതിന് തലേ ദിവസം രാത്രി ഒരു പ്രകോപനവുമില്ലാതെ രാഹുൽ വീട്ടുകാരെ ആക്രമിച്ചു. എന്തായാലും ജയിലിൽ പോകണമെന്നും എല്ലാവരെയും കൊന്നിട്ടേ താൻ പോകുള്ളൂവെന്നും രാഹുൽ അപ്പോൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇനിയും മകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ വരാൻ പോകുന്നത് വലിയ ആപത്താണെന്ന് മനസ്സിലായതോടെയാണ് ആ അമ്മ പോലീസിൽ എല്ലാ കാര്യങ്ങളും അറിയിച്ചത്. ജയിലിലാണെങ്കിലും അവൻ ജീവനോടെ ഉണ്ടെന്ന് കരുതി ജീവിക്കാമല്ലോ എന്നും നീറുന്ന മനസ്സുമായി ആ അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു.